എല്ലാവർക്കും നമസ്കാരം. ബ്രഹ്മചാര്യം, ബ്രഹ്മചാര്യത്തിൻ്റെ പ്രാധാന്യവും ബ്രഹ്മചാര്യം പാലിക്കുന്നതിൻ്റെ രീതികളും. ബ്രഹ്മം എന്നടിസ്ഥാനപ്പെടുത്തുന്നത് ശാശ്വതമായ ഒരു പരമാനന്ദം എന്നാണ്. അതിലേക്ക് പോവാനായിട്ടുള്ള ഒരു ചര്യ നമ്മൾ പാലിക്കുന്നു. അതിനൊരു സാധന ക്രമീകരണമുണ്ട്. ആ സാധന നമ്മൾ പരിശീലിച്ചുകൊണ്ടാണ് നമ്മൾ ആ മാർഗവുമായിട്ട് ഒരിക്കലും നിലയ്ക്കാത്ത ഒരു പരമാനന്ദത്തിലേക്ക് നമ്മൾ ലയിക്കുന്നത്. നമ്മൾ സാധനയെല്ലാം പരിശീലിച്ച് ഒരു ഘട്ടം എത്തുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും, ജീവിതത്തിനെ മനോഹരമാക്കുന്നത് ഒരിക്കലും ഒരു സുഖമല്ല. സുഖം വളരെ മനോഹരമാണ്, പക്ഷേ ആനന്ദം എന്ന് പറയുന്നൊരവസ്ഥ, അത് പരിധിയില്ലാതെ നമ്മുടെ ആത്മാവ് അതാണെന്ന് നമ്മൾ മനസ്സിലാക്കുമ്പം, ഈ ആനന്ദമാണെന്ന് നമ്മൾ റിയലൈസേഷൻ ചെയ്യുമ്പം, നമ്മൾ അതിലേക്ക് ചേരുവാനായിട്ട് പല ചരികളും പല ജീവൻ്റെ അടിസ്ഥാന പ്രക്രിയയും അതിലേക്ക് മാറ്റും. അതുകൊണ്ടാണ് നമ്മൾ ബ്രഹ്മത്തെ വിളിച്ചത് നമ്മളൊരു ആനന്ദം, ഒരിക്കലും നിലയ്ക്കാത്ത ഒരു പരമാനന്ദം എന്നാണ് ബ്രഹ്മത്തെ അർത്ഥമാക്കുന്നത്. നമ്മൾ അതിലേക്ക് പറയുന്നു ഇവിടെയുള്ള ബന്ധനം എന്ന് പറയുമ്പം സ്വതന്ത്രം അർത്ഥമാക്കുന്നത് എപ്പോഴും തന്നെ നമ്മൾ പല ബന്ധനത്തിലായിരിക്കുന്നത് കൊണ്ടാണ് നമ്മൾ നമ്മുടെ അന്ധകാരത്തിലാണ് എല്ലാം ചിന്തിക്കുന്നത്. നമ്മുടെ അന്ധകാരത്തിൽ ചിന്തിക്കുകയും നമ്മളതിനെ എന്ത് ചെയ്യുന്നു, നമ്മുടെ അത് മനോഭാവം അങ്ങനെ ചിന്തിച്ച് കൂട്ടുകയും ചെയ്യും. ഇതാണ് ശരി, സുഖമാണ്, നമുക്ക് ആനന്ദത്തെ കണ്ടെത്താൻ സാധിച്ചില്ല, അപ്പം നമ്മൾ സുഖത്തിൽ സംതൃപ്തിപ്പെടാൻ ആരംഭിച്ചു. പക്ഷേ സുഖം വളരെ മനോഹരമാണ്, പക്ഷെ അതിന് ഒരു പരിധിയുണ്ട്, അതിന് നിശ്ചിതമായിട്ടുള്ള സമയമുണ്ട്. അത് കഴിഞ്ഞാൽ അതില്ലാതായി പോകും. അതാണ് സുഖത്തിൻ്റെ പ്രത്യേകത. പക്ഷെ സുഖം ഒരു ശാശ്വതമായ മാർഗമല്ല, അത് ഇച്ചിരി നേരത്തേക്ക് മാത്രമേ ഉള്ളൂ. പക്ഷേ ആനന്ദം എന്ന് പറയുന്ന പരിധിയില്ലാതെ ഈ ആത്മാവ് അനുഭവിക്കുന്ന ഒരു രീതിയാണ്. അതുമായിട്ട് ചേരാനായിട്ടുള്ള മാർഗമാണ് ബ്രഹ്മചാര്യ. പലർക്കുമുള്ള ഒരു ധാരണ, ഞാൻ എൻ്റെ അരികിൽ വന്നിട്ട് പലരും ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യം, പലരും വിചാരിക്കുന്നത് വിവാഹം കഴിക്കാതെ അല്ലെങ്കിൽ വിവാഹം കഴിക്കാത്ത ആൾക്കാരാണ് ബ്രഹ്മചാരികളാവേണ്ടത്, അങ്ങനെയുള്ളവർക്ക് ബ്രഹ്മചാര്യം പറ്റുള്ളൂ എന്നല്ല. നിങ്ങൾ വിവാഹിതരാണെങ്കിലും നിങ്ങൾക്കിനി എത്ര പ്രായമുണ്ടെങ്കിലും നിങ്ങൾക്ക് ബ്രഹ്മചാര്യം പാലിക്കാവുന്നതാണ്. ബ്രഹ്മത്തെ അറിയാൻ, പരമാനന്ദത്തെ നിങ്ങൾക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ ആ ചര്യയിലേക്ക് പോകാനായിട്ട് സാധിക്കും. അതിന് ദാമ്പത്യ ജീവിതത്തിൽ കടന്നു പോകുന്നവർക്കും ഒരു പ്രശ്നവുമില്ല. 4 മാനങ്ങളാണ് ഋഷിമാരെപ്പോഴും പറയാറുള്ളത്. നമ്മൾ ധർമ്മത്തെ അറിയണം, അത് അർത്ഥത്തോടു കൂടി തന്നെ ഇവിടെ ജീവിക്കണം. കർമ്മങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ആ രീതിയിൽ നമുക്ക് ഇതുണ്ടാവും, കാമമുണ്ടാവും, കാമമായിട്ട് നമ്മുടെ ഡിസയർ ഉണ്ടാവും, പല രീതിയിലും പല കാമങ്ങളും ഉണ്ടാവും. അതെല്ലാം തന്നെ ഫുൾഫില്ലും ചെയ്യണം, അത് ചെയ്യേണ്ടെന്ന് ആരും പറയുന്നില്ല. പക്ഷേ അതിനോടൊപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യണം, മോക്ഷപ്രാപ്തിയിലേക്കും കൂടി നമുക്കൊരു ധർമ്മത്തെ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്തുണ്ടാവുള്ളൂ, മോക്ഷപ്രാപ്തിയിലേക്ക് പോകാൻ നമ്മുടെ ബുദ്ധിയും അവബോധവും കൂടി പ്രവർത്തിക്കുള്ളൂ. നിങ്ങൾക്ക് കല്യാണം കഴിച്ചാലും അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജോലി സ്ഥലത്താണെങ്കിൽ പോലും നിങ്ങൾക്ക് ബ്രഹ്മചാരികളായി ജീവിക്കാൻ സാധിക്കും, എന്നൊരു പ്രശ്നമില്ല. നിങ്ങൾ ആ ബോധവുമായിട്ട് ചേർന്നാൽ മതി. അതുകൊണ്ടാണ് ആത്മീയത സംസാരിക്കുന്നത് എപ്പോഴും. നിങ്ങളുടെ മനസ്സാണ് നിങ്ങൾക്ക് തിരിച്ചറിവില്ലാത്തത് കൊണ്ടാണ് നിങ്ങൾ ഈ അന്ധകാരത്തിൽ നിന്നാണ് ചിന്തിച്ച് കൂട്ടിക്കൊണ്ടിരിക്കുന്നത് എല്ലാം തന്നെ. പക്ഷേ ആത്മീയത എന്ന് പറയുന്നത് മനസ്സിൻ്റെയും ഈ ശരീരത്തിൻ്റെ ഓർമ്മകളുടെയൊക്കെ അപ്പുറത്തേക്കുള്ള ഒന്ന് തന്നെയാണ്. അതൊരു ഉണർവാണ്, അത് ഉയർന്നൊരു ബോധമാണ്. അത് ചിന്തിക്കുന്നതെല്ലാം തന്നെ അവബോധത്തിൻ്റെ വക്കിൽ നിന്നാണ്. അവബോധത്തെ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ജീവിക്കാൻ വളരെ എളുപ്പമാണ്. നമ്മൾ ഇപ്പോൾ ചിന്തിക്കുന്നത് അന്ധകാരത്തിലാണ്. അന്ധകാരത്തിൽ ചിന്തിക്കുമ്പോൾ എല്ലാം നമുക്ക് അറിവുകളാകും, ചിലപ്പോൾ ഇതെല്ലാം ഒരു പോസിറ്റീവാകും. പക്ഷേ നമ്മൾ സാധന ചെയ്ത് നമ്മൾ ആ ഒരു ജ്ഞാനവുമായിട്ട് ചേർന്ന് കഴിഞ്ഞാൽ, നമ്മുടെ ബോധവുമായിട്ട് നമ്മൾ ചേർന്നിരിക്കുമ്പം നമുക്ക് ജീവൻ്റെ ചര്യ തന്നെ ആനന്ദത്തിലേക്കായിത്തീരും. അതിൻ്റെ അവസ്ഥ അങ്ങനെയാണ് കടന്നു പോകുന്നത്. അപ്പം ബ്രഹ്മം എന്ന് പറയുന്നത് ശാശ്വതമായ ഒന്നാണ്. ബാക്കിയെല്ലാം തന്നെ ഒരു ഒന്നിനും സത്യതയില്ല. അതിനെ നമ്മൾ മായ എന്ന് വിളിച്ചു. മായയാവുന്ന ഈ ലോകത്തിലൊന്നും തന്നെ ശാശ്വതമായ ഒന്നുമില്ല. എല്ലാം തന്നെ പരിധിക്കപ്പുറം തന്നെ. നമുക്ക് സുഖം വളരെ മനോഹരമാണെങ്കിലും അത് ആനന്ദമാവുന്നില്ല, നമ്മൾ തിരിച്ചറിയുക. ആനന്ദത്തിൻ്റെ ലഹരിയെ നമ്മൾ സ്പന്ദിച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മളൊരു ദിവസം നമ്മൾ ആനന്ദത്തിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ എന്തെങ്കിലും ഒരു ചെറിയ കാര്യം നടക്കുമ്പോൾ നമുക്ക് കിട്ടാറുണ്ട് ചെറിയ ചെറിയ ആനന്ദം. അത് ആത്മീയ ആനന്ദത്തിൻ്റെ നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്നതാണ്, അതും ആത്മീയ ആനന്ദമാണ്. പക്ഷെ അതിൻ്റെ പൂർണ്ണത ആനന്ദത്തെ നമ്മൾ അറിയുമ്പം നമുക്കറിയാം, ചില ദിവസം നമ്മൾ ആനന്ദത്തിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് പലതും നമ്മൾ ഈ ലോകത്തിൽ എന്തൊക്കെ നടന്നാലും നമുക്കതൊന്നും ബാധിച്ചതായി തോന്നില്ല. ഇവിടെ നമ്മുടെ ചുറ്റിനും എന്തെങ്കിലും പ്രശ്നങ്ങൾ നടന്നാൽ നമ്മളൊരു ആനന്ദത്തിലാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് നമുക്കൊന്നും തന്നെ ഒരു പ്രശ്നമല്ലാത്തതുപോലെ തോന്നും. അപ്പം ഈ ആനന്ദത്തിൻ്റെ പരമാനന്ദവുമായിട്ട്, ശിവനെന്ന് പറയുന്ന പരമാനന്ദമാണ്. ശിവനും നിങ്ങളും വേറിട്ടിരിക്കുന്നതല്ല, ശിവനും നിങ്ങളും ഒന്നാണ്. ആ ബോധവും നിങ്ങളും ഒന്നാണ്. അത് തിരിച്ചറിയുന്നിടം വരെ അതുമായിട്ട് നിങ്ങൾ ചേർന്ന് നിൽക്കുമ്പം ആ ആനന്ദത്തിന് പരിധിയില്ലാത്ത രീതിയിൽ അത് ഒഴുകും.
ആ പരിധിയില്ലാത്ത ആനന്ദം നിങ്ങൾ ഓരോ കോശങ്ങളിൽ പോലും ആനന്ദ ലഹരിയിൽ നിങ്ങളെ നിറയ്ക്കും. അത് നിങ്ങൾ എന്ത് ചെയ്യും? അതിനെ ശാശ്വതമാക്കാൻ വേണ്ടി നിങ്ങൾ ആത്മീയതയിൽ അതിലൊരു ചരിയാവും. അതിലേക്ക് തന്നെ ലയിക്കാനായിട്ട് നിങ്ങളുടെ ഊർജ്ജത്തെ അതുമായിട്ട് പാകപ്പെടുത്തിക്കൊണ്ട് ആ സാധന ക്രമീകരണങ്ങൾ ചെയ്തുകൊണ്ട് നിങ്ങൾ ആ ഒരു അവസ്ഥയിൽ തുടർന്നു പോയി നിങ്ങളതിൽ സമാധി പോവും. ബ്രഹ്മത്തിൽ അലിയുമ്പോൾ നമ്മൾ വിളിച്ചു നിർവികൽപ്പ സമാധി എന്ന ആ ഒരു ബ്ലിസ് ഓഫ് കോൺഷ്യസ് അല്ല, ആ ഉയർന്ന ബോധത്തിൽ എന്ത് ചെയ്തു? ആത്മാവ് ആനന്ദ ലഹരിയിൽ അലിഞ്ഞു എന്ന് യോഗികൾ പറയും. ഇതിനെയാണ് നമ്മൾ നിർവികൽപ്പ സമാധി എന്ന് പറയുന്നത്. ആ ചര്യയിൽ പോയി അവിടെ പോയി അലിഞ്ഞു. ഇതേ ഉള്ളൂ ആത്മീയതയെ അർത്ഥമാക്കുന്നത്. നമ്മൾ അറിയുക, ധർമ്മത്തെ അറിയുക, അർത്ഥത്തോട് ജീവിക്കുക, കാമം വേണം, അതേപോലെ തന്നെ മോക്ഷം ഇതിലൂടെ തന്നെ സംഭവിക്കണം. അങ്ങനെ നമ്മൾ ലൈഫിൻ്റെ എല്ലാ അർത്ഥങ്ങളെയും അറിഞ്ഞ് പൂർണ്ണത്വത്തിൻ്റെ വക്കിലേക്ക് ആയിച്ചേരുക. ബ്രഹ്മചാര്യം ആർക്കും പാലിക്കാം, എപ്പോൾ വേണമെങ്കിലും തുടങ്ങാം. ബ്രഹ്മചാര്യം എപ്പോൾ വേണമെങ്കിലും പാലിച്ചുകൊണ്ട് ആ പരമാനന്ദത്തിലേക്ക് നമുക്കെല്ലാം അലിയാം. അതിനുള്ള മാർഗ്ഗമാണ്. നമ്മൾ വിവാഹിതരായെന്ന് പറഞ്ഞിട്ട് പ്രശ്നമില്ല, നമ്മൾ കർമ്മഭൂമിയിലാന്ന് പറഞ്ഞിട്ട് പ്രശ്നമില്ല. എവിടാണോ നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻറ്റൻഷൻ, നിങ്ങളാവുന്ന ശിവബോധത്തെ നിങ്ങൾക്ക് അറിയണമെന്ന്, ആ പരമാനന്ദത്തിലേക്ക് നിങ്ങൾക്ക് ചേരണമെന്ന് തോന്നുന്ന സമയം നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ആ നിമിഷം മുതൽ ആ ചര്യ എടുത്തുകൊണ്ട് ആ ഒരു പാതയിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കും. അതൊരു ചര്യയാണ്. പറഞ്ഞില്ല, എപ്പോഴും ആത്മീയതയിൽ ഊർജ്ജപ്പെടുത്തുന്നത് നമുക്ക് ഈ സൃഷ്ടിയുടെ അപ്പുറത്തേക്കുള്ള എന്തെങ്കിലും ഒന്നിനെ സ്പന്ദിച്ച് ആനന്ദമായി ചേരണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്വാധിഷ്ഠാന ചക്രയാണ് നമുക്ക് മാസ്റ്റർ ചെയ്യേണ്ടത്. ഈ സ്വാധിഷ്ഠാന ചക്രമാണ് ഈ സൃഷ്ടി ചക്രത്തിൻ്റെ അപ്പുറത്തേക്കുള്ള ഒന്നിനുമായിട്ട് നമ്മളെ ചേർക്കുന്നത്. അപ്പം ഇതിനു വേണ്ടി അതിൻ്റെ ഉള്ള ഊർജ്ജമാണ് സെക്ഷൽ എനർജി, വീര്യം. ഈ വീര്യത്തെ നമ്മൾ എത്രത്തോളം കീപ്പ് ചെയ്യുന്നു അത്രത്തോളം നമ്മുടെ ഉള്ളിൽ ആനന്ദ ലഹരി കൂടും. ആ ആനന്ദ ലഹരിയെ പല രീതിയിലുള്ള സാധന പ്രക്രിയകളിലൂടെ പോകുമ്പോൾ ആ ബ്രഹ്മവുമായിട്ട് നമുക്ക് ചേർന്നിരിക്കാൻ സാധിക്കും. ആ ആനന്ദത്തിന് ഒരു പരിധിയില്ല. അത് ഭൗതികത്തിലുള്ളതിനേക്കാൾ എത്രയോ സുഖമാണ്. നിങ്ങൾക്ക് വേറൊരു വ്യക്തിയിൽ നിന്ന് കിട്ടുന്ന എത്രയോ വലിയ സുഖത്തിനെക്കാട്ടിലാണ് നിങ്ങൾക്ക് ബ്രഹ്മചാര്യം പാലിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ നടക്കുന്ന, ഇൻസൈഡിൽ നടക്കുന്ന ആ ഒരു പരമാനന്ദത്തെ നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ സാധിക്കുന്നത്. അത്രയേറെ ആനന്ദമാണ് ശരിക്കും ആ ഒരു പാതയിൽ ഉണ്ടാവുന്നത്. അപ്പം ഇതൊരു ലഹരിയുടെ മാർഗ്ഗമാണ്, ഒരു പരമാനന്ദ ലഹരിയുടെ മാർഗ്ഗമാണ് ബ്രഹ്മചാര്യം എന്ന് പറയുന്നത്. അത് പാലിച്ചുകൊണ്ട് നമുക്ക് ഉയർന്നൊരു തട്ടിനെ അറിയാം. എന്നിട്ടും ജീവൻ്റെ വക്കിൽ ഗൃഹസ്ഥരായിക്കൊണ്ടും ജീവിക്കുക, ഒരു പ്രശ്നവുമില്ല. അതറിയണം. നിങ്ങളറിഞ്ഞല്ലോ, ഋഷിമാർ പറഞ്ഞ പോലെ ധർമ്മത്തെ അറിയുക, ധർമ്മത്തെ അറിഞ്ഞ അർത്ഥത്തോടു കൂടി തന്നെ ജീവിക്കുക. എന്നാൽ മോക്ഷപ്രാപ്തി എല്ലാവർക്കും കിട്ടും. നിങ്ങൾ അവസാനം ആ ബ്രഹ്മപദത്തിൽ തന്നെ ആനന്ദമായി തന്നെ ലയിച്ചു ചേരും. എല്ലാവർക്കും നമസ്കാരം.